വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്കാണ്. ഞാൻ നേരത്തെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ 49, 35 എന്ന നിലയിൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചു കോൺഗ്രസിന് എന്നുള്ള ആലോചന വളരെ എളുപ്പത്തിൽ നടത്താവുന്ന ഒരു കാര്യമാണ്. അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട്. അദ്ദേഹം ഉള്ളത് റോത്തക്കിലാണ്. റോത്തക് മേഖലയിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയിട്ടുണ്ട്. അതായത് ഹൂഡമാരുടെ സ്വന്തം തട്ടകത്തിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല, ഭരണത്തിന് സംസ്ഥാനത്തെ 90 മണ്ഡലങ്ങളിലെയും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണല്ലോ. അർജുൻ, ചിലയിടത്ത് 12, 13 റൗണ്ടായി, ചിലയിടത്ത് ഇനിയും 10 റൗണ്ടോളം ബാക്കിയുണ്ട്. കോൺഗ്രസ് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് അവസാനമായി കാണുന്നുണ്ടോ? അഭിലാഷ്, നമ്മൾ ഈ നേരത്തെ വിശദമായി തന്നെ പറഞ്ഞ തിരഞ്ഞെടുപ്പ് കണക്കുകൾ, ഈ വോട്ടിങ്ങിൻ്റെയും കൗണ്ടിങ്ങിൻ്റെയും കണക്കുകൾ, അതിലെന്തെങ്കിലും അത്ഭുതം സംഭവിക്കട്ടെ, അങ്ങനെ ഈ കൈവിട്ടു പോയ സീറ്റുകളെല്ലാം തിരിച്ചു കിട്ടട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. അതിനപ്പുറത്തേക്ക് പൂർണ്ണമായിട്ടും ഒരു നിർവികാരത നിറഞ്ഞിരിക്കുകയാണ് ഈ റോത്തക്കിലെ ഭൂപീന്ദർ ഹൂഡയുടെ വസതിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ. നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ആരവങ്ങളുണ്ടായിരുന്നു, ആഹ്ലാദമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, കരഘോഷങ്ങളുണ്ടായിരുന്നു. ഭൂപീന്ദർ ഹൂഡയെ ഒരു നേതാവെന്ന രീതിയിൽ, ഒരു രാജാവെന്ന രീതിയിൽ വാഴിക്കാൻ വന്ന പ്രവർത്തകരുണ്ടായിരുന്നു. അതെല്ലാം നീങ്ങിയിരിക്കുന്നു. അതെല്ലാം നീങ്ങി ഒരു നിരാശ, ഒരു നിർവികാരത എല്ലാം വീണ്ടും എത്തിയിരിക്കുന്നു. ഇനി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് ആശ്വസിക്കും എന്ന നിലയിലേക്ക് നേരത്തെ രാവിലെ സംസാരിച്ചപ്പോൾ 70 സീറ്റ്, 70-ൽ കുറഞ്ഞൊരു സംഖ്യ ഒരു കോൺഗ്രസ് പ്രവർത്തകനും പറഞ്ഞില്ല. ഇപ്പൊ 70 സീറ്റ് പ്രതീക്ഷയെടുത്ത് 35 കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നത് വലിയ ഷോക്കാണ്. അപ്പൊ പ്രവർത്തകർക്ക് അമ്പരപ്പുണ്ടോ? എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പ്രവർത്തകർക്ക് അമ്പരപ്പുണ്ടോ? അതോ സോഷ്യൽ എഞ്ചിനീയറിംഗ് പാളി എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ടോ? നമുക്കത് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. കോൺഗ്രസ് पीछे जा रहा है, क्या हो गया? मैंने तो कोई जाओ जी, ये बीजेपी आगे आ रहा है अभी। नहीं तो थोड़ी बहुत सर, क्या हो गया? बीजेपी आगे आ रहा है, कांग्रेस पीछे जा रहा है। देहात की तरफ नहीं गए, अभी शहरों में चल रहा था। शहरों में बीजेपी का वोट था, उनकी जमात धिंगा मस्ती थी। और देहात के अंदर जो ना कांग्रेस बहुत % मत से कांग्रेस सरकार बनाएगी। आपको लग रहा है कि कांग्रेस वापस आ जाएगा? 100% लग रहा है। देहात कांग्रेस को कह रहा है कांग्रेस वापस आ जाएगा, अभी पीछे जा रहा है। कांग्रेस पूरे बहुमत से आओ है, पूरे बहुमत से कम भी 60 के करीब। अभी 35 जा रहा है। ये सब बकवास है, ये वैसे दिखा रही है। अभी देखियो आप 2 बजे करीब ईब गम्मा की गिनती शुरू हुई है। पहले शहर ही दिखा रहे थे, गांव में चालू हुआ है, समझा? 2 बजे क्लियर हो जाएगा आपका। 2 बजे देख लेना आप कांग्रेस को।